ഞാനൊരു കാര്യം പറഞ്ഞു, അതിലിപ്പോൾ കുത്തിപ്പിടിച്ച് 4-5 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ എടുത്തു വെച്ച് പൊക്കിപ്പിടിച്ചിട്ട് ഇത് ആർക്കാ ബുദ്ധിമുട്ട്? എൻ്റെ പാർട്ടി തന്നെയല്ലേ നിർത്തിയത്. ആർക്കാ ഇതിലൊക്കെ ബുദ്ധിമുട്ട്? ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും അധികം ചർച്ചയാവുന്ന പേര് മുൻ DGP ആർ ശ്രീലേഖയുടേതാണ്. ഇപ്പോൾ ശാസ്തമംഗലം വാർഡിൽ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. മുൻ DGP അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത്ര കാലവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊന്നും അങ്ങനെ പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് തന്നെ നേരിട്ട് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. എങ്ങനെയുണ്ട് ഒരു ഫീൽ ആദ്യത്തെ? വളരെ ഉത്സാഹം തോന്നുന്നുണ്ട്, നല്ല ഊർജം തോന്നുന്നു. ഈ ഒരു ഇപ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ വർഷങ്ങളായിട്ട് സജീവമായി നിൽക്കുന്ന ആളുകളാണ്. അവരോടൊപ്പം ഓടിയെത്താൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഞാനിവിടെ ഒരു പദയാത്ര നടത്തിയതാണല്ലോ, പരിവർത്തന പദയാത്ര എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയതാണ്. അതും ഒരു 6 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. അതിലും ബുദ്ധിമുട്ട് തോന്നിയില്ല. അപ്പോൾ പ്രചാരണത്തിൽ ഇറങ്ങുമ്പോൾ യുവത്വമാണ്, എപ്പോഴും യുവത്വമാണ്. അതായത് ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയാവുന്നു. അപ്പോൾ ഇത്ര കാലവും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തൊന്നും സജീവമല്ലാതിരുന്ന ആൾ, വേറൊരു ഉദ്യോഗസ്ഥ പദവി വഹിച്ച ഒരാൾ, അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ ഇത്ര കാലവും ജനസേവനം തന്നെ ആയിരുന്നു ഉദ്യോഗസ്ഥ പദവിയിൽ ഇരുന്നപ്പോഴും. അപ്പോൾ ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ആളുകളോട് സംവദിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങളെ നോക്കിക്കാണുക? എന്തായിരിക്കും ഒരു പ്രചാരണ രീതിയൊക്കെ? വലിയ മാറ്റം ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ യൂണിഫോം ഇട്ട് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ബഹുമാനവും ഒരു പേടിയും ഒക്കെ ഉണ്ടല്ലോ, അതില്ലാതാകുന്നു ഇവിടെ. അത് നല്ലതാണ്. അതുള്ളത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ അതില്ലാതെ സ്വതന്ത്രമായിട്ട് പേര് വിളിച്ച് എന്നെ അഭിസംബോധന ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും സ്വാഗതം, അത്രയും സന്തോഷം. ഇത്ര കാലവും ആളുകൾക്കുണ്ടായിരുന്ന, പോലീസിനോടൊക്കെ ഉണ്ടായിരുന്നൊരു ഭയവും വേറൊരു തരത്തിലുള്ള ഒരു ബഹുമാനവും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇടപെടൽ. അതെ, ഇടപെടൽ മാത്രമല്ല, സേവനം. നമ്മളിപ്പോൾ സേവനത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പോൾ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ എന്നുള്ള നിലയിൽ നമ്മളൊരു സാധാരണക്കാരുടെ അടുത്ത് പോയി അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും തുറന്നു പറയാൻ തയ്യാറാവില്ല. ഒരു യൂണിഫോം ഇട്ട ഓഫീസറല്ലേ, എങ്ങനെ എടുക്കും എന്നൊക്കെയുള്ള പേടിയുണ്ടാവും. പക്ഷേ ഒരു രാഷ്ട്രീയത്തിൽ അതില്ലല്ലോ, എല്ലാവർക്കും എന്തും തുറന്ന് പറയാം. അത്രയും ഒരു സ്വീകാര്യത രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്നുണ്ട്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് BJP പ്രതിപക്ഷത്തുള്ള ഒരു കോർപ്പറേഷൻ കൂടിയാണ്. ഭരണം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം കഴിഞ്ഞ തവണ 35 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ച വരുന്നുണ്ട്. ഒരു മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കുന്നുണ്ട് പല ആളുകളും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് അവരുടെ കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വാർഡ് വിജയിക്കുക, ഒരു കൗൺസിലറായിട്ട് നിന്ന് വിജയിക്കുക, എൻ്റെ കൂടെ നിൽക്കുന്ന സകല BJP പ്രവർത്തകരും വിജയിച്ച് വരിക എന്നത് മാത്രമാണ് പ്രധാനം. കോർപ്പറേഷൻ BJP ഭരിക്കണം, പിടിച്ചെടുക്കണം. അവിടെ ഒരു നല്ല ഭരണം ഉണ്ടാകണം, അഴിമതിയില്ലാത്ത സുതാര്യമായ ജനങ്ങൾക്ക് നന്മ കൊടുക്കുന്ന ഒരു ഭരണം ഉണ്ടാകണം എന്നുള്ള മാത്രമേ ആഗ്രഹമുള്ളൂ. അല്ലാതെ പദവികളൊന്നും ഇവിടെ പ്രാധാന്യം ഇല്ല. കഴിഞ്ഞ 5 വർഷത്തെ കോർപ്പറേഷൻ ഭരണം എങ്ങനെ കാണുന്നു? വളരെ മോശമല്ലായിരുന്നു, വളരെ വളരെ മോശം. ഇല്ലാതെ നടക്കാത്ത ഒരു പൊങ്കാലയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ചവറ് മാറ്റാൻ എന്ന് പറഞ്ഞ് എഴുതിയെടുത്തു. ഇവിടെ ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും വികസനം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് അവിടെ അഴുക്കും മാലിന്യവും നിറഞ്ഞു കിടക്കുന്നു. വിമൻസ് കോളേജിന് മുമ്പിലുള്ള സ്ത്രീ സൗഹൃദ കോറിഡോർ എന്ന് പറഞ്ഞ് ഞാനൊക്കെ സന്തോഷത്തോടെ നോക്കി കണ്ടിരുന്നതാണ്. അത് പൊളിച്ചു മാറ്റി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാക്കി. വെറും പാട്ട വിലയ്ക്കാണ് അതിൻ്റെ സാധനങ്ങൾ. എനിക്ക് തോന്നുന്നത് സോളാർ പാനൽസും ഒക്കെ ഉണ്ടായിരുന്നതും ഒക്കെ അവിടെ കൂടിക്കിടക്കുന്ന കണ്ടിട്ട് നെഞ്ചു പൊട്ടിയതാണ്. അതുപോലെയുള്ള പല 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 അഴിമതി പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള ഒന്നും നന്നാക്കിയിട്ടില്ല. തമ്പാനൂര് വെള്ളക്കെട്ട് ശരിയാക്കിയിട്ടില്ല, ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം ശരിയാക്കിയിട്ടില്ല, ഒന്നും ശരിയാക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾ മടുത്തു. ഇനിയിപ്പോൾ BJPയുടെ ഒരു ഭരണം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതേ ഉള്ളൂ, 2 ദിവസം പിന്നിട്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ആരോപണങ്ങൾ വന്നു തുടങ്ങി. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉയരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നടന്ന കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അന്നൊക്കെ ഉദ്യോഗസ്ഥ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി കൂടിയായിരുന്നു. അതിലെന്താ ഒരു മറുപടി അവർക്ക് നൽകാനുള്ളത്, അല്ലെങ്കിൽ അതിലൊരു വിശദീകരണം എന്താണ്? എനിക്കൊരു മറുപടിയും ആർക്ക് വേണ്ടിയിട്ടും നൽകാനില്ല. കാരണം പേടി തോന്നുന്നവർ ഇതുപോലെ ആരോപണങ്ങളും നുണകളും ഒരുപാട് പ്രചരിപ്പിക്കും. അവർക്കൊന്നും മറുപടി നൽകേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ കർമ്മം എന്താണോ, കർത്തവ്യം എന്താണോ, ഇവിടെ എൻ്റെ പ്രവർത്തനം എങ്ങനെയാണോ മെച്ചപ്പെടുത്താനാവുക, എങ്ങനെയാണ് എനിക്കിവിടെ ജയിക്കാനാവുക, എൻ്റെ സുഹൃത്തുക്കൾക്ക്, സഹപ്രവർത്തകർക്കും പാർട്ടി പ്രവർത്തകർക്കും മറ്റ് സ്ഥലങ്ങളിൽ ജയിക്കാനാവുക, അത് മാത്രമേ ഉള്ളൂ ഉദ്ദേശം. ഭയത്തിൽ നിന്ന് വന്ന ആരോപണം അല്ലാതെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആർക്കാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടുള്ളത്? ഞാനൊരു കാര്യം പറഞ്ഞു, അതിലിപ്പോൾ കുത്തിപ്പിടിച്ച് 4-5 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ എടുത്തു വെച്ച് പൊക്കിപ്പിടിച്ചിട്ട് ഇത് ആർക്കാ ബുദ്ധിമുട്ട്? എൻ്റെ പാർട്ടി തന്നെയല്ലേ നിർത്തിയത്. ആർക്കാ ഇതിലൊക്കെ ബുദ്ധിമുട്ട്?
വിവാദങ്ങൾക്ക് മറുപടി നൽകിയും ഒപ്പം തന്നെ കഴിഞ്ഞ 5 വർഷത്തെ കോർപ്പറേഷൻ ഭരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും കൂടിയാണ് മുൻ DGP ആയിട്ടുള്ള R. ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ പ്രചരണം തുടങ്ങിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രക്കൊപ്പം റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.